ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഞാൻ പെൻ ഡ്രൈവ് എങ്ങനെ മൊബൈൽ ഫോണിൽ കണക്റ്റ് ചെയ്യാമെന്ന് കാണിക്കാം. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഇതുപോലത്തെ ടൈപ്പ് സി പിന്നുള്ള പെൻ ഡ്രൈവ് ആണെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ഇത് ഡയറക്റ്റായിട്ട് കണക്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ USB പിന്നുള്ള പെൻ ഡ്രൈവ് ആണെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു അഡാപ്റ്റർ യൂസ് ചെയ്യണം. ആദ്യം ഈ പെൻ ഡ്രൈവ് ഈ അഡാപ്റ്ററിൽ കണക്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ അഡാപ്റ്ററിൻ്റെ ഈ ടൈപ്പ് സി പിന്ന് നമുക്ക് മൊബൈൽ ഫോണിൽ കണക്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഈ പെൻ ഡ്രൈവ് ഈ മൊബൈൽ ഫോണിൽ കണക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഈ പെൻ ഡ്രൈവ് ഈ മൊബൈൽ ഫോണിൽ കണക്റ്റ് ചെയ്തു. അതിനുശേഷം മൈ ഫയൽസ് എന്ന് പറയുന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് ഇവിടെ OTG എന്നൊരു ഓപ്ഷൻ കാണാം. ഇതാണ് ഈ പെൻ ഡ്രൈവ്. ഇവിടെ ഡിവൈസ് സ്റ്റോറേജ് എന്ന് കാണാം. ഇത് മൊബൈലിൻ്റെ സ്റ്റോറേജാണ്. ഈ OTG എന്ന് പറയുന്ന ഈ പെൻ ഡ്രൈവ് ഇതിൽ ടാപ്പ് ചെയ്യുക. നമ്മളിപ്പോൾ കാണുന്നത് ഈ പെൻ ഡ്രൈവിലുള്ള ഫയൽസാണ്. ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഫയൽസ് ഡിലീറ്റ് ചെയ്യാം. വേണമെങ്കിൽ ഫയൽസ് നമുക്ക് ഈ പെൻ ഡ്രൈവിൽ നിന്ന് ഈ ഫോണിലോട്ട് കോപ്പി ചെയ്യാം. ഞാൻ ഈ പെൻ ഡ്രൈവിൽ നിന്ന് ഒരു ഫയൽ കോപ്പി ചെയ്ത് കാണിക്കാം. ഈ പെൻ ഡ്രൈവിൽ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡറിലോട്ട് പോവുക. ഇവിടെ ഒരു ഫയൽ കിടക്കുന്നത് കാണാം. ഈ ഫയൽ ഞാൻ ഈ പെൻ ഡ്രൈവിൽ നിന്ന് ഈ മൊബൈൽ ഫോണിലോട്ട് കോപ്പി ചെയ്യാൻ പോവാം. ആദ്യമേ ഇതിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ ഒന്നെങ്കിൽ മൂവ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ മോറിൽ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യാം. ഞാനിപ്പോൾ അത് കോപ്പി ചെയ്യാൻ പോവാം. കോപ്പി ചെയ്തു. ഇപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻസ് കാണാം. ഇവിടെ ആദ്യത്തത് ഫോണിൻ്റെ മെമ്മറിയാണ്, രണ്ടാമത്തതാണ് ഈ പെൻ ഡ്രൈവ്. എനിക്കിപ്പോൾ പെൻ ഡ്രൈവിൽ നിന്ന് ഫോണിലോട്ടാണ് കോപ്പി ചെയ്യേണ്ടത്. അന്നേരം ഞാനിപ്പോൾ ഫോണിൻ്റെ മെമ്മറി സെലക്ട് ചെയ്യണം. എന്നിട്ട് ഇത് എവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. എനിക്കിപ്പോൾ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിൽ പേസ്റ്റ് ചെയ്യണം. അവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് പേസ്റ്റ് ടു ഹിയർ എന്ന് പറയുന്ന ബട്ടണിൽ ടാപ്പ് ചെയ്യുക. ഞാനിപ്പം ഈ പെൻ ഡ്രൈവിൽ നിന്ന് ഒരു ഫോട്ടോ മൊബൈലിലോട്ട് കോപ്പി ചെയ്തു. ഞാനത് ചെക്ക് ചെയ്യാൻ പോവാണ്. വീണ്ടും മൈ ഫയൽസ് എന്ന് പറയുന്ന ആപ്പിലോട്ട് പോവുക. എന്നിട്ട് ഇവിടുന്ന് ഫോണിൻ്റെ മെമ്മറി സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡോക്യുമെൻറ്റ്സിൽ പോവുക. ഇവിടെ നമുക്ക് ആ കോപ്പി ചെയ്ത ഫയൽ കാണാം. ഇവിടെ നമുക്കത് ഓപ്പൺ ചെയ്യാം. കണ്ടോ? ഇങ്ങനെ നമുക്ക് പെൻ ഡ്രൈവ് കണക്ട് ചെയ്തിട്ട് ഫയൽസ് കോപ്പി ചെയ്യാം. ഇനി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് പെൻ ഡ്രൈവ് വലിച്ചൂരല്. നമുക്കിത് സേഫായിട്ട് വേണം പെൻ ഡ്രൈവ് റിമൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ പെൻ ഡ്രൈവ് ഡാമേജ് ആവും. അതിനുവേണ്ടി ഈ സെറ്റിങ്സിൽ പോവുക. എന്നിട്ട് ഏറ്റവും താഴെ പോയിട്ട് എബൌട്ട് ഡിവൈസിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് സ്റ്റോറേജ് ടാപ്പ് ചെയ്യുക. എന്നിട്ട് താഴോട്ട് പോവുക. ഇവിടെ നമുക്ക് ഈ പെൻ ഡ്രൈവ് കാണാം. ഈ പെൻ ഡ്രൈവിൻ്റെ ഈ ഒരു ഐക്കണിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഇജക്റ്റ് ഷെയർഡ് സ്റ്റോറേജ് ഡിവൈസ്. ഇജക്റ്റിൽ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഈ പെൻ ഡ്രൈവിനെ ഇജക്റ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഈ പെൻ ഡ്രൈവ് ഇങ്ങനെ ഊരാം. ഓക്കെ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പ്ലീസ് സബ്സ്ക്രൈബ്, പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദ വീഡിയോ.